5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ മന്നിച്ചിരിക്കുവാണ്. ജീവിതം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. വേറൊന്നുമല്ല, ഒരു നീണ്ട അവധിയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷം കിട്ടിയ ജോലിയാണ്. കാലത്തിന്റെ വിളയാട്ടം കൊണ്ട് ഞാൻ കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൌൺ അയച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട, ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് യൂട്യൂബ് എന്നുള്ള ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട് കേട്ടോ. ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരുപാട് പേരുടെ യൂട്യൂബ് ഗുരുവായ ഷിജോ ചേട്ടന്റെ വീഡിയോസ് കണ്ട് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആ സമയത്ത് രൂപപ്പെട്ട ഒരുപാട് യൂട്യൂബ് ചാനലുകളുടെ ലിസ്റ്റിൽ 12/4/2020 എന്റെ പേര് ചേർക്കപ്പെട്ടു. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഞാനിപ്പോ എന്ത് തേങ്ങയാണ് ഇതിൽ കാണിക്കുക. കാരണം ഞാൻ പുറത്തിറങ്ങാറില്ല, അധികമാരോട് സംസാരിക്കാറില്ല. മുഖത്താണെങ്കിലും നിറയെ കുരുക്കളും പാടുകളും കുഴികളും. ചില പ്രത്യേകതരം നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര കുരു എന്റെ മുഖത്ത് കണ്ടപ്പോ എന്റെ ദൈവമേ എന്തായി കാണുന്നേ, എന്റെ മോനങ്ങാനും ആയിരുന്നെങ്കിൽ ചത്ത് കളഞ്ഞേനെ. പക്ഷെ മുഖത്തെ ഐശ്വര്യം അങ്ങോട്ട് പോയി. ആ കൊച്ചിന്റെ മുഖം നോക്കി കണ്ടിട്ട് തന്നെ അറപ്പാവുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ കോൺഫിഡൻസ് എനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ടായിരുന്നേ. മുഖം പുറത്ത് കാണിക്കാൻ പറ്റാതെ ഞാൻ തലയിൽ തുണിയിട്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു മക്കളെ. ആ മുഖമാണ് നിങ്ങളും അവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഗോഡ് ഈസ് ഗ്രേറ്റ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, മുഖത്ത് കുരു വന്ന് പഴുത്തതിന്റെ സ്മെല്ല് എനിക്ക് തന്നെ കിട്ടുമായിരുന്നു. അപ്പൊ പിന്നെ കാണുന്നവർ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ചിക്കന്റെ മെഷർമെന്റ് പറയാൻ മറന്നുപോയ ചിക്കൻ സാൻഡ്വിച്ചും കുടിച്ചാൽ വേറെ എന്തെല്ലാമൊക്കെയോ തോന്നുന്ന ഡാൽഗോണ കോഫിയും വെച്ച് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ലോക്ക്ഡൌൺ കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ ചാനൽ തുടങ്ങിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. അതൊരു രഹസ്യമായിട്ട് എന്റെ മനസ്സിൽ തന്നെ മയങ്ങി. പക്ഷെ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു 10-11 മണി വരെ വീഡിയോ ഷൂട്ട് ചെയ്യും, 3 മണി വരെയൊക്കെ എഡിറ്റ് ചെയ്യും. അന്നൊക്കെ ലോങ് വീഡിയോ ആണ് ഇടുന്നത്. അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അലാം വെച്ചൊക്കെ എഴുന്നേറ്റ് നോക്കുമായിരുന്നു. എന്നിട്ട് രാവിലെ എണീറ്റ് ജോലിക്ക് പോകും. ഇതിങ്ങനെ ഉറക്കമില്ലാണ്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ആയപ്പോഴേക്കും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീഡിയോ പെടുത്തുന്നത്. അങ്ങനെ ഞാൻ ഈ ചാനലിന്റെ കാര്യമേ വിട്ട് കളഞ്ഞു. പക്ഷെ ഒരു വർഷം പഴക്കമുള്ള വീഡിയോ ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വൈറലായി, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടി. ജോലി സ്ഥലത്ത് എല്ലാവരും അറിഞ്ഞു, എന്നോട് ഇതിനെക്കുറിച്ച് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മനസ്സുകൊണ്ട് വിട്ട് കളഞ്ഞൊരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് എനിക്കത് ഭയങ്കര പേടിയായി. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നത്. എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഞാൻ കരച്ചിലായിരുന്നു ആ സമയത്തൊക്കെ. ഇവിടെ വൈറലായതുകൊണ്ട് ഉറക്കം പോയ ഒരാളാണ് ഞാൻ. കമന്റ്സിൽ കൂടെ ആണെങ്കിലും ഇത്ര അധികം ആളുകൾ എന്നോട് സംസാരിക്കുന്നത് എന്റെ ആ സമയത്ത് പേഴ്സണാലിറ്റിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ചാനൽ തുടങ്ങിയപ്പോൾ പോലും ഇങ്ങനെയൊക്കെയാണ് ഇത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആദ്യമൊക്കെ പേടിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഫിഡൻസ് കൂട്ടി എടുക്കണം എന്ന് എനിക്ക് മനസ്സിലൊരു തോന്നൽ തോന്നിയപ്പോൾ പിന്നെ കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. ആരോടും ഇത്രയധികം സംസാരിക്കാത്ത ഞാൻ ഫോണിൽ നോക്കി വീഡിയോസിൽ ഇത്രയധികം സംസാരിക്കുന്നത് എന്റെ കൂട്ടുകാർക്കും വീടിനടുത്തുള്ള ചില ആളുകൾക്കും എന്റെ വീട്ടുകാർക്കും വരെ അത്ഭുതമായിരുന്നു. അവിടെ തൊട്ട് നിങ്ങൾ ഓരോരുത്തരും എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. ഞാൻ ജോലി റിസൈൻ ചെയ്തു. നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത് കമന്റ്സിൽ കൂടെയാണ്. പക്ഷെ പണ്ട് കമന്റ് ഇട്ടിരുന്ന കുറെ പേരുണ്ടായിരുന്നിട്ട് ഞാൻ അവരുടെ പേരുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവരെ കാണാറില്ല. ഒരു ഫുൾ ടൈം യൂട്യൂബറായി കഴിഞ്ഞ പിന്നെയാണ് പുറമേ നിന്ന് കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയല്ല, നല്ല അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ കൃത്യം പറഞ്ഞാൽ 13,74,600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുവാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കയറി പോരാനായിട്ട് ദൈവം എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കാണിച്ചു തരും. അതിൽ പിടിച്ച് കയറി പോരണോ വേണ്ടോ എന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഒന്നും ഈസി ആയിട്ട് കിട്ടില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരോടും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.